ഹായ് ഗൈസ്, ഗിൽബ്രോ എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ട് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണിവരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. 7 പേരിൽ നിന്ന് ഇത്തവണ 2 മത്സരാർത്ഥികളാകും പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറ്റത്തിന് വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി കൂടി ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാത്രി 11 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അഭിഷേക് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ ഒന്ന് രണ്ടാം പൊസിഷനിലായെങ്കിലും അതിനുശേഷം ഒന്നാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ശരിക്കും ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒന്നാം പൊസിഷനിൽ വന്നിരിക്കുന്നത്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് അഭിഷേകിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജിൻഡോ സപ്പോർട്ടേഴ്സിൻ്റെ വോട്ടും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ 93,890 വോട്ടോടെ ഒന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിൻ ഒരു ഘട്ടത്തിൽ വമ്പിച്ചൊരു മുന്നേറ്റം നടത്തിയെങ്കിൽ കൂടെ അഭിഷേകുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചെറിയ വോട്ടിൻ്റെ പിൻബലത്തിൽ പുറകിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അട്ടിമറിക്കാൻ തക്ക വിധത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ് അഭിഷേകിനെ. 90,300 വോട്ട് നേടി ഇപ്പോൾ രണ്ടാം പൊസിഷനിലാണ്. ഏത് നിമിഷവും ഈ പൊസിഷൻ മറിയാം. മൂന്നാം പൊസിഷനിൽ ഋഷിയാണുള്ളത്. ഋഷി നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 4ാം പൊസിഷനിലായിരുന്ന ഋഷി ഇപ്പോൾ ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് 3ാം പൊസിഷനിൽ വന്നിട്ടുണ്ട്. 80,123 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരാൻ ഋഷിക്ക് സാധിച്ചിട്ടുണ്ട്. 4ാം പൊസിഷനിൽ ശ്രീധുവാണുള്ളത്. ശ്രീധു ഒരു ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ഋഷിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഈ പൊസിഷനൊക്കെ മാറ്റി പറയാം. ഇപ്പോൾ 80,045 വോട്ട് നേടി 4ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5ാം പൊസിഷനിൽ ഇപ്പോഴും സായി തന്നെയാണ് തുടരുന്നത്. പക്ഷേ സായിയുടെ വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ 5ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 64,201 വോട്ടാണ് സായി കരസ്ഥമാക്കി 5ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 6ാം പൊസിഷനിൽ നന്ദനയാണ് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ നന്ദന ശരിക്കും പറഞ്ഞാൽ സായിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 61,324 വോട്ട് നേടാൻ നമ്മുടെ നന്ദനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന നന്ദനയായിരുന്നു. എന്നാൽ ഇപ്പോൾ 6ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. നോറയെ അട്ടിമറിച്ചുകൊണ്ടാണ് 6ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 7ാം പൊസിഷനിൽ ഇപ്പോൾ നോറയാണുള്ളത്. പക്ഷേ നോറയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ലാസ്റ്റ് നിൽക്കുന്ന 3 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 61,070 വോട്ട് നേടി 7ാം പൊസിഷനാണുള്ളത്. വരും മണിക്കൂറിൽ കൃത്യമായ വോട്ട് വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക.